വാഴ 2 എന്താ പറയുക, കുറേ കാലത്തിന് ശേഷം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് തിയേറ്റർ വിട്ടൊരു പടം. വാഴ 1 എന്താണോ അതേ ഫോർമാറ്റിൽ തന്നെയാണ് വാഴ 2 പോകുന്നത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഫൺ കോമഡിയൊക്കെ രീതിയിലും സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണൽ രീതിയിലും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വാഴ 1 ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അത്ര അങ്ങ് വർക്കൗട്ടായില്ല. എനിക്ക് വാഴ 1 സെക്കൻഡ് ഹാഫ് ഇനി വർക്കൗട്ടായി. കാരണം അതിലത്തെ വാഴ 1 കോമഡികളൊന്നും എനിക്ക് അത്രമാത്രം വലിയ രീതിയിൽ വർക്കൗട്ടായില്ല. പക്ഷേ 2 വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഹാഫും വർക്കൗട്ടായി, സെക്കൻഡ് ഹാഫും വർക്കൗട്ടായി, ക്ലൈമാക്സും വർക്കൗട്ടായി. ടോട്ടലി അതാ ഞാൻ പറഞ്ഞ ആദ്യം, കംപ്ലീറ്റ്ലി എനിക്ക് സാറ്റിസ്ഫൈ ആയ പടമാണ്. ഹാഷിറും ടീമും കൂടാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ എന്താ പറയുക, അവരൊക്കെ ഫസ്റ്റ് പടം എന്നുള്ളൊരു ഫീലേ വരാത്ത രീതിയിൽ അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. വാഴ പോലെ തന്നെ ഇതിലും സ്കൂൾ കാലഘട്ടം, സ്കൂൾ കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ട്രെയിലറിൽ തന്നെ അറിയാമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഏജ് ഗ്രൂപ്പിനും കണക്റ്റ് ആവുന്ന സംഭവങ്ങളാണ് ഈ പടത്തിലുള്ളത്. ഞാൻ പേഴ്സണലി അൽഫോൺസ് പുത്രൻ്റെ എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ സീനായിരുന്നത്. സീന് പറഞ്ഞാൽ ഒരു കുറച്ച് നേരമുണ്ട്, പക്ഷെ അതിനും ഭയങ്കര കയ്യടിയായിരുന്നു. പക്ക ഇതൊരു തിയേറ്റർ സെലിബ്രേഷൻ മൂഡ് പടമാണ്. അടിപൊളിയായി തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ പടം. അതും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് കുറച്ചും കൂടി അടിപൊളി. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ മ്യൂസിക്. ഇതിലെ കുറച്ച് ഫൈറ്റ് സീൻ്റെ ഇടയിലും കുറച്ച് ഇമോഷണൽ സീൻ്റെ ഇടയിലൊക്കെ വരുന്ന കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നതിനെക്കാട്ടും ബാക്ക്ഗ്രൗണ്ട് സോങ്സ് ഉണ്ട്. കിട്ടില്ല സോങ്സ്. അത് ഇപ്പം ഞാൻ യൂട്യൂബിൽ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത്രയും അടിപൊളിയായിട്ട് ബ്ലെൻഡായി പോകുന്ന കിട്ടില്ല സോങ്സ്. പിന്നെ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാം.